ഇന്നുണ്ടാക്കുന്നത് ക്യാരറ്റ് പോളയാണ്. ക്യാരറ്റ് പോള ഉണ്ടാക്കാൻ മിക്ക ആൾക്കും അറിയായിരിക്കും. എങ്കിലും അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. മാത്രമല്ല നമ്മൾ എന്തൊക്കെ പുതിയ സ്നാക്സ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഇതുപോലുള്ള പഴയ സ്നാക്സിനോട് നമുക്കൊരിഷ്ടം കൂടുതലായിരിക്കും. ക്യാരറ്റ് പോള, സമൂസ, അതുപോലെ കായ് പോള, ഇതൊക്കെ നമ്മൾ എത്ര പുതിയ സ്നാക്സ് ഉണ്ടെങ്കിലും ഇതിനോടൊക്കെ ഒരിഷ്ടം കൂടുതലായിരിക്കും എല്ലാവർക്കും. അപ്പോൾ എന്തായാലും ഈ നോമ്പിന് ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും ക്യാരറ്റ് പോള ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ക്യാരറ്റ് പോള ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ക്യാരറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിൽ ഒരെണ്ണം വലുതും 2 ചെറുതുമാണ്. അപ്പോൾ ഇത് തൊലി കളഞ്ഞ് കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ക്യാരറ്റിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ക്യാരറ്റ് കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തീരെ ചെറിയ കഷ്ണങ്ങളൊന്നുമല്ല, ഒരല്പം വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ക്യാരറ്റ് മുങ്ങിക്കെടുക്കാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഈ പ്രഷർ കുക്കർ അടച്ച് വെച്ച് വെയിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം. കുക്കർ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. 2 വിസിൽ മതിയാവും. അപ്പോഴേക്കും ക്യാരറ്റ് നന്നായിട്ട് വെന്ത് കിട്ടും. അത്ര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 വിസിലിന് ശേഷം ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ ക്യാരറ്റ് നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെക്കാം. വെള്ളം മുഴുവനും കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റിന് നമുക്ക് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ക്യാരറ്റ് മുഴുവൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ ഏലക്കായ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം. ആദ്യം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം. പാൽപ്പൊടി ചേർത്തതിന് ശേഷം കൂടുതൽ അടിക്കരുത്, ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഞാനിതിലേക്കൊരു 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഒറ്റൊരു പ്രാവശ്യം ഒന്ന് കറക്കിയെടുക്കാനേ പാടുള്ളൂ. പാൽപ്പൊടിയും ചേർത്ത് ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് പോളക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാത്രം, അതല്ലെങ്കിൽ ഒരു സോസ് പാനോ മറ്റോ വെച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. എല്ലാ ഭാഗത്തും കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കുക. ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ മാത്രമേ ഒഴിക്കാവൂ. അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. മുഴുവൻ ബാറ്ററും ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. എന്നിട്ട് ഈ സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാക്കി വെക്കാം. ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഒഴിച്ച് ഇതിൻ്റെ അടപ്പ് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം കുറച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. കുറഞ്ഞത് 15 മിനിറ്റെങ്കിലും വേണ്ടി വരും ഇത് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഒരു 7-8 മിനിറ്റ് ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ച് കൊടുക്കാം. ആദ്യമേ നമ്മൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പോകും, മുകളിൽ നിൽക്കില്ല. അപ്പോൾ ഒരു 7-8 മിനിറ്റായി ഒരു പകുതി വേവാവുന്ന സമയത്ത് തുറന്നിട്ട് ഇതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് നമുക്ക് വീണ്ടും ഇവിടെ അടച്ച് വെക്കാം. എന്നിട്ട് ബാക്കിയും കൂടി നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 7-8 മിനിറ്റ് ആയപ്പോഴാണ് നമ്മളിത് വെച്ചത്. ഇനിയിപ്പോൾ ഒരു 7-8 മിനിറ്റും കൂടി ആവശ്യമായിട്ട് വരും. അപ്പോൾ അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമ്മളിത് വെച്ചിട്ട്. അപ്പോൾ ഈ ക്യാരറ്റ് പോള നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്ത സമയത്ത് ചിലപ്പോൾ കുറച്ചൊരു 13 മിനിറ്റൊക്കെ ആകുമ്പോൾ ഇത് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ നല്ല മണം വരും. ആ സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് വെന്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നോക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് പോള അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ പോള കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നന്നായിട്ട് തണുത്ത് പാനിൽ നിന്നും വിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് പട്ട് പോലെ ഇരിക്കുന്ന ക്യാരറ്റ് പോളയാണ്. കണ്ടില്ലേ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ. അതേപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എനിക്കറിയാം നിങ്ങൾക്ക് മിക്ക ആൾക്കും ഇത് ഉണ്ടാക്കാൻ അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചതാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്